ഡെഫമേഷൻ നമ്മൾ പഠിച്ചിട്ടില്ല. ഡെഫമേഷൻ ആണെങ്കിൽ അത് ഡെഫമേഷൻ ആണ് സിസ്റ്റം, ഈ സോ കോൾഡ് സിസ്റ്റം ഉണ്ടല്ലോ, ഉദ്യോഗസ്ഥന് ഞങ്ങളെല്ലാവരും അദ്ദേഹത്തിനോടൊപ്പം ഓടി എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ വേറെ ലെവലിൽ. ഇതിനെല്ലാം ബാബു സാർ വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. ഈ പ്രാക്ടിക്കൽ, വളരെ ഫോർവേഡ് ലുക്കിംഗ്, സെന്റർ ഓഫ് എക്സലൻസ്. ഇന്നും ഈ കാണുന്ന എല്ലാ സെന്റർ ഓഫ് എക്സലൻസ് വന്ന് ഒപ്പിട്ട എഗ്രിമെന്റ്സ് ആണ്. ബോധ്യം ഉണ്ടെങ്കിൽ ആ വ്യക്തി വേണം കേസ് കൊടുക്കാൻ. ആ വ്യക്തി കേസാണ് കൊടുക്കുക, അല്ലാതെ ആ വ്യക്തിക്ക് വേണ്ടി സർക്കാരിന് ഇങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യാൻ വകുപ്പില്ല. പൊളിറ്റീഷ്യൻസ് ഉണ്ടോ റെസ്പെക്ട്? പിന്നെ എനിക്ക് കെ രാധാകൃഷ്ണൻ സാർ ഭയങ്കര റെസ്പെക്ട് തോന്നിയിട്ടുള്ള ആളാണ്. കാരണം അദ്ദേഹത്തിന്റെ പോളിസി തലത്തിൽ ഭയങ്കര കാഴ്ചപ്പാടാണ്, ഭയങ്കര വ്യക്തതയാണ്. അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ മിനിസ്റ്റർ ആവുകയും ചെയ്തതാണ്. അതിന്റെ അനുഭവമുണ്ട്. ഈ സെക്ടറിൽ എന്തൊക്കെ മാറ്റം വരുത്തണം എന്നുള്ള കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് സിസ്റ്റം, ഈ സോ കോൾഡ് സിസ്റ്റം ഉണ്ടല്ലോ, ഉദ്യോഗസ്ഥന് ഞങ്ങളെല്ലാവരും അദ്ദേഹത്തിനോടൊപ്പം ഓടി എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ വേറെ ലെവലിൽ. ഇപ്പം അദ്ദേഹത്തിൻ്റെ ഒപ്പം വർക്ക് ചെയ്ത 2 വർഷവും നമ്മൾ ഈ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഒരു റാങ്കിങ് ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ, മികച്ച മിനിസ്റ്റർ എന്നൊക്കെ പറഞ്ഞ്. ആ 2 വർഷവും രാധാകൃഷ്ണൻ സാറായിരുന്നു നമ്പർ 1. അതിൽ നമുക്ക് അഭിമാനമുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ബാക്കിൽ നമ്മളാണല്ലോ, നമുക്ക് ആ ടീമിൻ്റെ ഒരു സ്പിരിറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ ദാറ്റ് വാസ് ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ഷിബു ബേബി ജോൺ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം സാറ് സാറ് ലോകം കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായ ഒരു വ്യത്യാസം ഉണ്ട് ഡിസിഷൻ മേക്കിങ്ങിന്. ഈസ് എഞ്ചിനീയർ. പറഞ്ഞു വരുമ്പോൾ ഞങ്ങൾ ഒരേ സ്കൂളുമാണ് പഠിച്ചത്, ലയോളയിലാണ്. അപ്പം ഡിസിഷൻ മേക്കിംഗ് ഒക്കെ വളരെ ക്ലീൻ പ്രൊസീജിയറും ഒക്കെ പറഞ്ഞാൽ അപ്പം തന്നെ മനസ്സിലാവും. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞു കൊടുക്കുക അങ്ങനെയൊന്നും. ആൻഡ് വെരി പ്രാക്ടിക്കൽ, വളരെ ഫോർവേഡ് ലുക്കിംഗ്. നമ്മൾ ആ ഒരു പീരീഡിൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കേസിൻ്റെ കീഴിൽ നമ്മൾ തുടങ്ങിയ സ്കില്ലിങ്, എന്താ പറയുക, സെൻറ്റർ ഓഫ് എക്സലൻസ്. ഇന്നും ഈ കാണുന്ന എല്ലാ സെൻറ്റർ ഓഫ് എക്സലൻസ് വന്ന് ഒപ്പിട്ട എഗ്രിമെൻറ്റ്സ് ആണ്. അന്ന് നൈപുണ്യം എന്ന് പറഞ്ഞൊരു സമ്മിറ്റിൽ തുടങ്ങിയത്. ചവറ പോകുന്ന ആ ഭാഗത്ത് ഒരു വലിയ ബിൽഡിംഗ് കാണാം. ഊരാലുങ്കലാണ് ഇപ്പോൾ അത് റൺ ചെയ്യുന്നത്. ആ ഫുൾ ബിൽഡിംഗ്, അതിൻ്റെ ഡിസൈൻ, ഇതെല്ലാം ഷോർട്ട് പീരീഡിൽ നടന്നതാണ്. ഈ നഴ്സിങ്ങിൻ്റെ നൈസ് എന്ന് പറഞ്ഞ അക്കാഡമി അന്ന് തുടങ്ങിയതാണ്. കുറേ ഓട്ടോമൊബൈൽ എന്നിട്ട് കളമശ്ശേരിയിൽ ഇത് അന്ന് തുടങ്ങിയതാണ്. എത്രയോ പേർക്ക് അതിൽ നിന്ന് ജോലി കിട്ടിയില്ലേ. ഇപ്പം അതൊക്കെ ഒരു വിഷണറി മിനിസ്റ്റർ ഉണ്ടെങ്കിൽ. പിന്നെ മിനിസ്റ്ററായിട്ട് കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് കോടിയേരി സാർ പറഞ്ഞ പോലെ ഭയങ്കര റെസ്പെക്ട് തോന്നിയിട്ടുള്ള. കാരണം അദ്ദേഹം ഞങ്ങളുടെ MLAയും കൂടെ ആയിരുന്നു. ഞാൻ കണ്ണൂരാണ്, തലശ്ശേരിയല്ല. അപ്പോൾ എത്രയോ തവണ വീട്ടിൽ വരും. നമ്മളൊരു പേഴ്സണൽ ബന്ധവും ഉണ്ടായിരുന്ന ആണ്. അദ്ദേഹം മരിച്ചതൊരു വലിയ നഷ്ടമായി പോയി എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വേറെ ഒരു കാര്യമുണ്ട്. ഞാൻ ശരിക്കും സർവീസ് കിട്ടിയിട്ട് ആദ്യം തിരിച്ച് നാട്ടിൽ വന്നതിന് ശേഷം ആദ്യം വീട്ടിൽ കയറിയിട്ട് നേരെ കോടിയേരി സാറിൻ്റെ വീട്ടിലാണ് പോകുന്നത്. ഈ കേരള കാഡർ കിട്ടുമോ അന്വേഷിച്ച് പറഞ്ഞു തരാൻ വേണ്ടി. അപ്പോൾ പലതും പറയുന്നുണ്ട്, വേക്കൻസി വർഷം കേരളത്തിലില്ല, അങ്ങനെ ഇങ്ങനെയാണ്. അപ്പോൾ സാറ് പിന്നെ ഡൽഹിയിലൊക്കെ വിളിച്ച് അവിടെ നിന്ന് എന്നിട്ട് സാറ് പറഞ്ഞു കേരള കാഡർ തന്നെയാണെന്നാണ് പറയുന്നത്. ഞാനൊന്നും അത്ര പൂർണ്ണമായി വിശ്വസിച്ചില്ല, പക്ഷേ സാറ് പറഞ്ഞായിരുന്നു കറക്റ്റ്. സോ അങ്ങനെ ഒരു ക്ലോസ് ബന്ധം സാറുമായിട്ട് ഉണ്ടായിരുന്നു. മിനിസ്റ്റേഴ്സും MLAമാരും പലരും, ജനപ്രതിനിധികൾ, അവരെടുക്കുന്ന എഫേർട്ടും അവർ എന്താ പറയുക, വർക്ക് ചെയ്യാൻ വേണ്ടി കാണിക്കുന്ന ഒരു റിസൾട്ടിന് വേണ്ടിയുള്ള അവരുടെ ഒരു, കാരണം ദേ ആർ റെസ്പോൺസിബിൾ അല്ലെ. അവർക്ക് വേണം റിസൾട്ട് കാണിക്കാൻ. നമ്മളൊക്കെ അകത്ത് ഒളിച്ചിരിക്കുന്ന ടീംസാണ്. ബഹുഭൂരിപക്ഷം ഉദ്യോഗസ്ഥരെയും ആരാന്ന് പോലും ആരും അറിയില്ല. വളരെ കംഫർട്ടബിൾ ആണ്, ഒളിച്ചങ്ങ് ഇരുന്നാൽ മതി. ആൻസറബിൾ ആണ്. എന്നാൽ രാവിലെ തൊട്ട് കോൾസും ഇതും ഇങ്ങനെ തുടങ്ങുകയാണ്. ഭയങ്കര പാടാണ്, ഭയങ്കര പ്രയാസമാണ്. ആ ജീവിതം വേറൊരു ലൈനാണ്. എല്ലാ മിനിസ്റ്റേഴ്സും നമ്മൾ വർക്ക് ചെയ്ത എല്ലാവരും ബാബു സാർ ഇപ്പോൾ വലിയ കോൺട്രവേഴ്സിയും വിഷയവും ഇതെല്ലാം ഉണ്ടായി. പക്ഷെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ എക്സൈസ് ഉണ്ടായിരുന്നു, ബെവ്കോ നോക്കിയിട്ടുണ്ട് 1 വർഷത്തോളം. അപ്പോൾ കുറേ ചാർജസ് ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഈവൻ ബെവ്കോല് പോലും നമ്മൾ ബെവ്കോൽ എന്താ ചെയ്യാനുള്ളതെന്ന് വിചാരിക്കും. പക്ഷെ ബെവ്കോല് ഞാൻ ചാർജ് എടുക്കുന്ന സമയത്ത് മദ്യപാനികൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ക്യൂ നിന്ന് വൃത്തികെട്ട രീതിയിൽ അവിടെ പോയി കഷ്ടപ്പാടുമായിട്ടൊക്കെ
അല്ലേ, കൂടുതൽ റവന്യൂ റവന്യൂ തന്നെ. പക്ഷെ അവരെ ഒരുമാതിരി മഹാവൃത്തി. ഞാൻ ടൂറിസവും കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ആ സമയത്ത് ഞങ്ങളൊക്കെ പറയും അതൊന്ന് നല്ല രീതിയിലൊന്ന് അവതരിപ്പിക്കണം. കാരണം അത് കേൾക്കാൻ ഒരുപാട് ഓഡിയൻസ് ഉണ്ട്. ഇവരുടെ വലിയൊരു വേദനയാണത്. കാരണം ഏറ്റവും കൂടുതൽ അല്ല അതിനെയും ബെറ്റർ ആക്കാന്നേ. വലിയ എന്താ പറയുക, വേണ്ട രീതിയിൽ അവരെ പരിഗണിക്കുന്നില്ല അത് വാങ്ങിക്കാൻ പോകുമ്പോൾ. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ അവരെ കൺസ്യൂമേഴ്സ്. നമ്മളിത് ഇല്ലീഗലായിട്ടുള്ള സാധനമൊന്നുമല്ലല്ലോ വിൽക്കുന്നത്, സർക്കാർ ലേബലിൽ തന്നെയല്ലേ വിൽക്കുന്നത്. അന്ന് നമ്മൾ ആദ്യത്തെ പ്രീമിയം ഔട്ട്ലെറ്റ് തുടങ്ങുന്നത് ഇവിടെ ഉള്ളൂരാണ്, തിരുവനന്തപുരത്ത് ഉള്ളൂരിലാണ്. ഇന്നീ കാണുന്ന പ്രീമിയം ഔട്ട്ലെറ്റുകൾ എല്ലാത്തിൻ്റെയും എല്ലാം ഞാൻ തുടങ്ങിയല്ല, പക്ഷെ ഉള്ളൂരത്തത് തുടങ്ങി, പിന്നെ എറണാകുളത്തത് തുടങ്ങി. അപ്പോൾ അത് തുടങ്ങിയപ്പോൾ അതിൻ്റെ ലോജിക്ക് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളിപ്പോൾ ഒരു കൗണ്ടറിൽ നിൽക്കുന്ന ഇയാൾ പലപ്പോഴും എന്താ ചെയ്യുന്നതെന്ന് പറയുക, അയാൾക്ക് കൂടുതൽ കമ്മീഷൻ പരിപാടിയൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഈ പല കമ്പനികളുടെ പ്രോഡക്റ്റ്സ് ആണല്ലോ ഇതിൽ. ചില കമ്പനികൾ അവർ കമ്മീഷൻ ഇവർക്ക് കൊടുക്കും, എല്ലാ മാസവും വന്നിട്ടൊക്കെ ഒരു സെറ്റിൽമെൻ്റ് ഒക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് നമ്മുടെ രേഖയിലൊന്നും വരികയില്ല, നമുക്ക് ഒന്നും ചെയ്യാനും പറ്റില്ല. ഈ കൗണ്ടറിൽ നിൽക്കുന്നവൻ പുഷ് ചെയ്യുന്ന പോലെ ഇരിക്കും. ഈ കൗണ്ടറിൽ വന്നിട്ട് ഒരു സാധനം ചോദിക്കുമ്പോൾ ഇന്നത് ഉണ്ട് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തിന് തർക്കിക്കാൻ പറ്റുമോ? ബാക്കിൽ നിൽക്കുന്ന പ്രശ്നം ഉണ്ടാകും. അപ്പോൾ തരുന്നതും കൊണ്ട് പോകണം. അപ്പോൾ നമുക്ക് കമ്പനിക്ക് വെബ്കോക്ക് ലാഭം കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ളതൊന്നും ആയിരിക്കില്ല ഇവർ വയ്ക്കുന്നത്. അപ്പോൾ പ്രീമിയം വിറ്റ് പോവില്ല. അപ്പോൾ ഫ്രം ബിസിനസ് പെർസ്പെക്റ്റീവാണ്, ഞാൻ ബിസിനസ് ആയിട്ട് നോക്കിയപ്പോൾ തന്നെ ഈ പ്രീമിയം ഔട്ട്ലെറ്റിൽ കുറച്ചുകൂടെ പ്രീമിയം ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് വെക്കുക. പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ വന്നിട്ട് കുക്കിങ്ങിനൊക്കെ ഇത് വേണം ശരിക്കും, ബ്രാൻഡ് ചെയ്തൊക്കെ കേക്കും അതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും മാന്യമായിട്ട് വാങ്ങാനൊരു വേദി വേണമല്ലോ. മാത്രമല്ല ആൾക്കാർ സ്വയം വന്ന് പിക്ക് ചെയ്യാണ്. അപ്പം 2 CCTV ക്യാമറയും കൗണ്ടറിൽ 2 പേരെയും വെച്ചാൽ മതി, ഒരു സെക്യൂരിറ്റിയും വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആക്ച്വലി ടേൺ ഓവർ കൂടുതലാണ് മറ്റേ ഇതിനെക്കാട്ടിലും. പിന്നെ അവിടെ മുഴുവൻ നമ്മൾ POS മെഷീൻസ് വെച്ചു. അന്ന് POS ഇല്ല. അപ്പോൾ അന്ന് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു ചില്ലറ ഇല്ലെങ്കിൽ അതിൻ്റെ ബാലൻസും അവിടെ ഇരിക്കുന്ന ആളുടെ കയ്യിലേക്ക് പോകുമായിരുന്നു. അപ്പം ഒരു ദിവസം അവസാനമാകുമ്പോഴേക്ക് ചെറിയ എമൗണ്ട് ഒന്നുമല്ല ഇവരുടെ കയ്യിൽ വരുന്നത്, നല്ല ചാകര ഒരു സംഭവമായിരുന്നു. അപ്പോൾ POS മെഷീൻസ് ഇതെല്ലാം അവിടെ അന്ന് ചെയ്യാൻ പറ്റും. അന്ന് ഇതിനെല്ലാം ബാബു സാർ വളരെ സപ്പോർട്ടീവായിരുന്നു. ഒരു എന്ന് മാത്രമല്ല, എനിക്ക് ഒരു പ്രശ്നം, ഒരു തരത്തിലുള്ള ഇൻ്റർവെൻഷനോ ഒരു തരത്തിലും വേണ്ട ഒന്നുമില്ല. ഇൻഫാക്ട് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ആരെങ്കിലും വന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ടൊക്കെ ചെയ്യാൻ നോക്കി നമ്മൾ കൗണ്ടർ പറയുമല്ലോ. ഒരു നല്ല മിനിസ്റ്ററുടെ, ഒരു നല്ല അഡ്മിനിസ്ട്രേറ്ററുടെ ലക്ഷണം എന്ന് പറഞ്ഞാൽ മറ്റേ സൈഡും കൂടെ കേൾക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മറ്റേ സൈഡ് ഇത് കേട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ പ്രസൻസിൽ തന്നെ മറ്റേത് വന്ന് തള്ളിയ ആളുണ്ടല്ലോ, അയാളെ ബാബു സാർ ചീത്ത പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്കത് വർക്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പം. അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അതെ, നമ്മൾ കേൾക്കണം, കേട്ടിട്ട് 2 വശം കേട്ട്. അല്ലാതെ ഈ നുണ പറച്ചിൽ കേൾക്കുക എന്ന് പറയില്ലേ, ആരെങ്കിലും എന്തെങ്കിലും വന്ന് ചെവിയിൽ പറയുന്ന കേട്ടിട്ട് ചെയ്യുന്ന അത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റില്ല, നമുക്ക് അറിയില്ല എന്താണ് നമ്മളെ പറ്റി പോയി പറഞ്ഞത്, എന്തെന്നാണ് നമ്മളോട് ചോദിച്ചാലല്ലേ നമുക്കറിയുള്ളൂ. ദാറ്റ് ബിക്കംസ് എൻ ഇഷ്യൂ. സോ ബട്ട് ജനറലി സ്പീക്കിംഗ് ഞാൻ കണ്ടിട്ടുള്ളത് പൊളിറ്റീഷ്യൻസ് ആർ ഫാർ ബെറ്റർ. ഇത് ഈ ബ്യൂറോക്രസിയിലാണ് ഈ ചെവികടി ഇതൊക്കെ കൂടുതൽ. ബ്യൂറോക്രസിയിലാണ് ഈഗോയും കൂടുതലല്ലേ. ഇപ്പൊ ഈഗോയുടെ ബേസിൽ മാത്രമാണോ ഈ അറ്റാക്കുകൾ മൊത്തം നേരിടേണ്ടി വന്നത്? അത്രയും എനിക്ക് തോന്നുന്നു പൊളിറ്റിക്കൽ അറ്റാക്ക് 1-2 പേരുന്നേ ഉണ്ടാവുള്ളൂ. യെസ്, അത് ഒരളവ് വരെ ശരിയാണ്. പിന്നെ മനുഷ്യരല്ലേ, മനുഷ്യരെ ഘട്ടത്തിൽ മിടുക്കനാവാൻ ശ്രമിക്കുമ്പോൾ ഉള്ള ഒരു തള്ളു ഉണ്ടാവില്ലേ? നമ്മളൊന്നാമത് അത്ര വലിയ മിടുക്കൊന്നും അല്ല. ഇത് കോംപ്ലക്സുകൾ ഉണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ പൊളിറ്റീഷ്യൻസിൻ്റെ ഇടയിലും ആവാം, ബ്യൂറോക്രാറ്റ്സിൻ്റെ ഇടയിലും ആവാം. പീപ്പിൾ ആർ ഡിഫറെൻറ്റ്, അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓരോ ടൈപ്പ് ആൾക്കാരാണെന്ന്. പക്ഷേ ഇത് സിമ്പിൾ ഈഗോ വിഷയമൊന്നും അല്ല. സത്യം പറഞ്ഞ ഇപ്പൊ ഫാൻസ്, ഈ കളക്ടർ ബ്രോ എന്ന് പറയുന്ന ഫാൻസ് സർക്കിൾ കൂടിയോ ഈ ഒരു? ഞാൻ ഇലക്ഷൻ അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സോഷ്യൽ മീഡിയ ആണല്ലോ സാറിന്റെ ഒരു സോഷ്യൽ മീഡിയ ഞാൻ ഒരു പറയാൻ അഭിപ്രായം പറയുന്നതല്ല. തീർച്ചയായിട്ടും ഞാൻ ഒരു ടൂളായിട്ട് യൂസ് ചെയ്യുന്നേ ഉള്ളൂ. കൂടിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. റീച്ച് കൂടിയിട്ടുണ്ടാവണം, കാരണം റെഗുലറായിട്ട് പോസ്റ്റ് ഉണ്ടല്ലോ. ഇപ്പം പണ്ട് അത്ര റെഗുലറായിട്ട് സമയം കിട്ടാത്തതുകൊണ്ട് അത്ര ഇല്ല, ഇപ്പം കുറച്ചുകൂടെ ഫ്രീക്വൻസി കൂടിയിട്ടുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ ഞാൻ ഒരു ടൂളായിട്ടാണ് അന്നും ഇന്നും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈവൺ ഇൻ അഡ്മിനിസ്ട്രേഷൻ എൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ വളരെ എഫക്റ്റീവ് ടൂളാണ്. ഇപ്പോൾ 2015 കോഴിക്കോട് കളക്ടറുടെ പേജ് അന്ന് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു കളക്ടർക്കും പേജില്ല, മന്ത്രിമാർക്ക് പേജില്ല, SP മാർക്കില്ല, ആർക്കും ഇല്ല. അന്നിത് മഹാ അപരാധം പോലെയാണ് പലരും പറഞ്ഞത്, ഇത് എന്തിനാണ് ഇത്. പക്ഷേ അന്ന് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഡൈനമിക് ആയിട്ടാണ് പേജ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പേജിൽ വരുന്ന പരാതിയോ കമൻറ്റോ അതിന് നമ്മൾ റെസ്പോണ്ട് ചെയ്യുകയും
അതിൽ സൊല്യൂഷൻസ് കൊടുക്കും. നമ്മൾ അതിൻ്റെ ബാക്ക് എൻഡ് ഞാൻ അറേഞ്ച് ചെയ്തു. ഇപ്പോൾ അവിടെ നിന്ന് ഞാൻ പിക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഉടനെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് വാട്സാപ്പ് ഗ്രൂപ്പ് വരെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെയാണ് സോൾവ് ചെയ്യുന്ന ആളാണ്, ഇതാണ് നമ്പറും ചോദിക്കും, സോൾവ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കും. ഒരു സ്മൂത്ത് സിസ്റ്റം പോലെ പോയായിരുന്നു. പബ്ലിക് ഗ്രീവൻസ് ജെന്യൂനായിട്ട് അവിടെ ചെയ്യുമായിരുന്നു, ഡൈനാമിക് ആയിട്ടാണ്. അപ്പോൾ അല്ലാതെ PRD റിലീസ് പോസ്റ്റ് ചെയ്യുന്ന പോലല്ല. ഇന്നിപ്പം അൺഫോർച്ചുനേറ്റ്ലി ഇത് 15 ഇത് 25. തിങ്സ് ഷുഡ് ഹാവ് ബിക്കം ബെറ്റർ. പക്ഷെ ഇന്നിപ്പം നോക്കൂ, എല്ലാവരുടെയും ഫേസ്ബുക്ക് പേജൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ എന്താണ്, അവിടെ രാജാവിനെ പോലെ ഒരു പോസ്റ്റ് അങ്ങ് ഇട്ടിട്ട് അങ്ങ് പോവും, വന്ന് വായിച്ചോ, ഞാൻ റെസ്പോണ്ട് ചെയ്യോ, ഭയങ്കര മോശമാണ്, ഞാൻ ആരുമായിട്ടും റെസ്പോണ്ട് ചെയ്യില്ല. കോഴിക്കോടത്തെ അനുഭവം പറഞ്ഞപ്പോഴാണ് നമ്മൾ പഴയ കുന്നംകുളത്തേക്ക് വീണ്ടും വരുന്നത്. MK രാഘവനായിട്ട് ഐഷ്യൂ സോൾവ് ചെയ്തു? എനിക്ക് സോൾവ് ആയിട്ടുണ്ട്. എനിക്ക് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ജീവിതത്തെ വളരെ ലൈറ്റായിട്ട് കണ്ടുപോകണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് ഒഴിവാക്കാമായിരുന്നു. ഒന്നുമില്ല, അങ്ങനെ ഒന്നുമില്ല. ആ പ്രായത്തിൽ ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാണ്? ഇതൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അന്ന് അല്ല, എനിക്ക് ആ പോസ്റ്റ് കണ്ടപ്പോഴും എനിക്ക് തോന്നിയത് ഇദ്ദേഹത്തിന്, ഞാനെന്ന് വെച്ചാൽ ഞാൻ പൊളിറ്റീഷ്യൻസിനെ എല്ലാവരും കുറ്റം പറയുമ്പോൾ, ഞാൻ നേരത്തെ സാറ് പറഞ്ഞ പോലെ തന്നെ അവർ ഒരുപാട് സമയം മനുഷ്യർക്ക് വേണ്ടി നീക്കി വെക്കുന്ന ആൾക്കാർ. അതുകൊണ്ട് എനിക്ക് അവരോട് ബഹുമാനമുണ്ട്. ഞാൻ വിചാരിച്ചു എന്തിനാ ഇങ്ങനെ ഇൻസൾട്ടിങ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടത് എന്ന് വിചാരിച്ചു. ഞാൻ പറയട്ടെ, ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ ഹൂ ഇസ് ഷീ എന്ന് ഞാൻ ചോദിക്കുമ്പം പൊള്ളുന്നുണ്ടല്ലോ. തിരിച്ച് അവരെന്തായിരുന്നു പറഞ്ഞതെന്ന് വായിച്ചു കഴിയുമ്പം അയ്യോ ഇങ്ങനെയൊക്കെ പറഞ്ഞോ എന്നാണ്. അപ്പൊ ആർക്കും ഒരു പൊള്ളലില്ലേ? മനുഷ്യനായിട്ട് ആദ്യം ഈക്വൽസ് ആയിട്ട് കാണണം. ജനപ്രതിനിധി ആയാലും MLA ആയാലും MP ആയാലും കളക്ടർ ആയാലും വില്ലേജ് ഓഫീസർ ആയാലും തഹസിൽദാർ ആയാലും എനിബഡി, ഒരു ഡോക്ടറോ എഞ്ചിനീയറോ സർക്കാർ ജീവനക്കാർ ആരായാലും മനുഷ്യനാണ്. സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട് എല്ലാവർക്കും. ആത്മാഭിമാനം എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതിൽ കയറി ചവിട്ടിയിട്ട് ആരെയും വെച്ച് പൊറപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. യു സ്റ്റേക്ക് യുവർ സ്റ്റാൻഡ്. ആ സെൽഫ് റെസ്പെക്റ്റ് വിട്ടിട്ട് കളിക്കരുത്. ഇനി അവിടുത്തെ ആ വിഷയം വളരെ ഭംഗിയായിട്ട് അതങ്ങ് ക്ലോസ് ചെയ്തതാണ്. പക്ഷേ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ അതിൻ്റെ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് മാത്രം പറയാം. ഈ MP ലാഡ് MLA ലാഡ് എന്നൊക്കെ പറഞ്ഞ് ഡെവലപ്മെൻറ്റ് ഇതുണ്ട്. ഇതിൻ്റെ നടത്തിപ്പിൻ്റെ ഉത്തരവാദിത്തം കളക്ടർക്കാണ്, വേറെ ആർക്കും ഇല്ല. ഇത് പബ്ലിക്കിനും അറിയാത്ത കാര്യമാണെന്ന് തോന്നുന്നു. ഈ MP ആയാലും MLA ആയാലും അവർ പ്രോജക്റ്റ് ചൂണ്ടിക്കാണിക്കുകയേ ഉള്ളൂ. ബാക്കി നടത്തിപ്പ് മുഴുവൻ ഉത്തരവാദിത്തം കളക്ടർക്കാണ്. റെസ്പോൺസിബിലിറ്റിയും അതിൻ്റെ ഫണ്ട് പേയ്മെൻറ്റ് എല്ലാം. അപ്പോൾ അതിൽ മാൻഡേറ്ററി ആയിട്ട് 10% ഇൻസ്പെക്ഷൻ നടത്തണമെന്നുണ്ട്. ഞാനവിടെ ചാർജ് എടുത്ത് നോക്കുമ്പോണ്ട് ഈ മാൻഡേറ്ററി ആയിട്ട് നടത്തേണ്ട ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് വർഷങ്ങളായി. ഇതൊന്നും ആരും അറിയുന്നില്ല. ഞാൻ 10% ചെക്കിങ് നടത്താൻ പറഞ്ഞു. നോക്കുമ്പോൾ ചില വർക്കുകളിൽ പരാതിയുണ്ട്. പരാതി ഉള്ളത് പോലും റാൻഡം ചെക്കിങ് നടത്താതെയാണ് റിലീസ് കൊടുത്തുകൊണ്ടിരുന്നത്. അവനത് പറ്റില്ല, കൃത്യമായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. ഇത് ചെയ്തതിന് ഓർഡർ ഇട്ടതിന് ശേഷം ആ പർട്ടിക്കുലർ വർക്കിൻ്റെ ഏതാന്ന് പോലും എനിക്കിപ്പോൾ ഓർമ്മയില്ല. അതിൻ്റെ കോൺട്രാക്ടറെ സംബന്ധിച്ചിടത്തോളം എന്താ, ഇൻസ്പെക്ഷൻ വരും. ഇൻസ്പെക്ഷൻ വന്ന് വർക്ക് മര്യാദയ്ക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസ്പെക്ഷൻ പേടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. ഇൻസ്പെക്ഷൻ കഴിഞ്ഞാൽ എന്താണ്, ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് ഫണ്ട് കിട്ടുമെന്നല്ലേ ഉള്ളൂ. വേറെ വലിയ പ്രത്യേകിച്ച് അതിന് ദണ്ണമൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. അത് ഇത്ര ഹൈപ്പ് ചെയ്യേണ്ട കാര്യമുണ്ടോ? പക്ഷേ ഈ കോൺട്രാക്ടർ ഹൂവർ ഇറ്റ് ഈസ് ഒരുപക്ഷെ അദ്ദേഹത്തെ പോയി തെറ്റിദ്ധരിപ്പിച്ചിരിക്കാം. ഇനി തെറ്റിദ്ധരിപ്പിച്ചാലും എൻ്റെ സിമ്പിൾ പോയിന്റ് ഇതേ ഉള്ളൂ. MP ആയാലും MLA ആയാലും ആ വർക്ക് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് ഉത്തരവാദിത്തം. വർക്ക് കഴിഞ്ഞല്ലോ, ഇപ്പോൾ ഒരു റോഡിൻ്റെ വർക്ക് കഴിഞ്ഞു എന്ന് വിചാരിച്ചോ, ഉദ്ഘാടനം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, ജനങ്ങൾക്ക് ആ സേവനം കിട്ടിക്കഴിഞ്ഞു. കോൺട്രാക്ടർക്ക് പേയ്മെൻറ്റ് കിട്ടുക എന്നുള്ളത് ആ കോൺട്രാക്ടറും കളക്ടറും തമ്മിലുള്ള വിഷയമാണ്. അതിൽ ആരും ഒന്നും വരേണ്ട കാര്യമില്ല. പക്ഷെ ജെന്യൂനായിട്ട് ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും അദ്ദേഹം ഇടപെട്ടത്. I don't know. പക്ഷേ ഇത് അന്നത്തെ പ്രായത്തിൽ നമ്മൾ പറയുക കുറച്ചുകൂടെ കടുപ്പിച്ചാണല്ലോ. ഇത് അതിന് കാരണവുമുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ചുറ്റും സ്റ്റാഫും ഇവർ പലരും ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ ആരൊക്കെയോ ആണ് അവിടെ കളക്ടറേറ്റിൽ ചെന്ന് സംസാരിക്കുകയോ എന്തോ ഉണ്ടായി. ഞാൻ എറണാകുളത്തായിരുന്നു. ഹൈക്കോർട്ടിൽ എന്തോ മീറ്റിങ്ങിന് പോയ സമയത്താണ് സ്റ്റാഫ് വിളിച്ച് പറയുന്നത് അവിടെ അങ്ങനെ ഫിനാൻസ് സെക്ഷനിൽ വന്ന് ബഹളം ഉണ്ടാക്കിയെന്നോ അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ പറയുന്നത് അങ്ങനെ ഇത് എന്താ പറയുക, ഫണ്ട് സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിലൊന്നും ആരും ഇടപെടേണ്ട കാര്യമൊന്നുമില്ല, അത് കളക്ടർ നോക്കേണ്ടതാണ്, അത് ഞാൻ നോക്കിക്കോളും എന്ന് അതൊരു ഒരസലായി മാറി. കാരണം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് നോക്കുമ്പോൾ ഈ ഫണ്ടിന് വേണ്ടി MP ഇടപെട്ടു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മോശമായിട്ട് വരില്ലേ? കോൺട്രാക്ടർക്ക് വേണ്ടി അങ്ങനെ ഒരു ധ്വനി ഞാൻ പറഞ്ഞതിനകത്ത് വന്നു എന്നുള്ളതാണ്. അതാണ് അദ്ദേഹം മാപ്പ് പറയണമെന്ന് പറഞ്ഞത്. അപ്പോൾ ആ മാപ്പ് പറയണമെന്ന് 1-2 തവണ അദ്ദേഹം പത്രസമ്മേളനം നടത്തിയപ്പം അന്നേരമാണ് ഞാൻ നോക്കുന്നത്, ചേട്ടാ
ഈ അങ്ങനെ ഒരു നിയമമില്ലല്ലോ. ഈ എവിടെയെങ്കിലും ഉണ്ടോ ഒരു 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 കളക്ടറോ വാട്ടെവർ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ മാപ്പ് പറയണോ ജോലി ചെയ്തതിന്? ഞാൻ എൻ്റെ ജോലിയല്ലേ ചെയ്തിട്ടുള്ളൂ. ജോലി ചെയ്താൽ ഇനി പോട്ടെ, തെറ്റ് ചെയ്താൽ പോലും എൻ്റെ നിയന്ത്രണ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് വേറെയാണ്, റവന്യൂ സെക്രട്ടറി ഉണ്ട്, അവരാണ് നോക്കേണ്ടത്. മുഖ്യമന്ത്രിയുടെ കീഴിൽ വരുന്ന GAD കീഴിലാണ് ഇതൊക്കെ വരുന്നത്. പിന്നെ ഞാൻ ഹോം മിനിസ്റ്ററോട് ഇരുന്നിട്ടാണല്ലോ വന്നത്. അപ്പോൾ ക്യാബിനറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ട് ശരിക്കും അനുഭവം ഉണ്ട്. നമുക്ക് ആ ഹയസ്റ്റ് ലെവൽ ഓഫ് ഗവൺമെൻറ് കേരളത്തിൽ എങ്ങനെയാണെന്ന് കംപ്ലീറ്റ് കണ്ടിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊന്നും അല്ല എന്ന് നമുക്ക് പ്രത്യേകിച്ച് LLB-കാരന്മാർക്കുള്ള ഒരു സൂക്കടം ഉണ്ടല്ലോ, അതും കൂടെ ആകുമ്പോഴേക്കും നമ്മൾ മനസ്സിലാവുന്ന ഒരു പ്രശ്നമാണത്. അപ്പൊ അതുകൊണ്ടും കൂടെ നമ്മളിങ്ങനെ മാപ്പ് പിന്നെ രണ്ട് മൂന്ന് തവണ പത്രസമ്മേളനമൊക്കെ ആയപ്പോഴേക്കും ഒരു ദുർബല നിമിഷത്തിൽ നമ്മളൊരു കുന്നംകുളം മാപ്പിട്ടു. അല്ല, നമ്മളെ ഈ മറ്റേ ഫിലോമിന ചേച്ചിയുടെ ഒരു സീനില്ലേ പഴയ ഒരു സിനിമയില്, അത് കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ല, അതാ അറിയാത്ത. അതാണ്, അതായത് ഞാൻ ശ്രദ്ധിച്ചു സാറിന്റെ ഒരുവിധ സിനിമ റെഫറൻസ് റെസ്പോൺസും സിനിമ ബേസ്ഡ്. അപ്പൊ ഈ സിനിമ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചോ? അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫിന് അല്ലെങ്കിൽ പ്രൊഫഷണലി അല്ലെങ്കിൽ എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യുന്നതിൽ? അല്ല, എനിക്ക് ഇഷ്ടമാണ് സിനിമ. പിന്നെ നാട്ടുകാർക്കും കമ്മ്യൂണിക്കേഷൻ വളരെ സിമ്പിൾ അല്ല, കുറച്ചും കൂടി അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. റിലേറ്റ് ചെയ്യല്ല. ഇപ്പൊ ഒരു സിനിമയിലുള്ള ഒരു സീനോ ക്യാരക്ടറിനെയോ കണ്ടു കഴിഞ്ഞാൽ അയാൾ പറയുന്ന ഒരു സ്റ്റിക്കർ ഇടുമ്പോഴേ ആ സ്റ്റിക്കർ കണ്ടു കഴിഞ്ഞാൽ ആ സീൻ മൊത്തം മനസ്സിലോട്ട് വരും. ഞങ്ങൾ രണ്ടാളും അഡ്വക്കേറ്റ് ആണ്. ഇദ്ദേഹം യെസ് യുവർ ഓണർ എന്ന് കോടതിയിൽ പോയി പറയുന്ന ആളാണ്. അങ്ങനെ എന്തെങ്കിലും കോടതിയിൽ പോയിട്ട് വാദിക്കണം തോന്നി? കോട്ടൊക്കെ ഇട്ട് വാദിക്കണം. എനിക്ക് ലോ ഭയങ്കര ഇഷ്ടമാണ്, വളരെ പാഷനായിട്ട്. ഞാൻ ഇപ്പോഴും അപ്ഡേറ്റഡ് ആയി നിൽക്കാൻ നോക്കാറുണ്ട്. അഡ്വക്കേറ്റ്സും നമ്മളെ കൂടെ പഠിച്ചവരൊക്കെ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നവരും ജുഡീഷ്യൽ സൈഡിലുള്ളവരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ലോ പോയിന്റ്സ് വന്നാൽ ഇപ്പോഴും ലീഗൽ ആർട്ടിക്കിൾസ് ഇപ്പോഴും എഴുതാറുണ്ട്. കറണ്ട് ആയിട്ടുള്ള ഇഷ്യൂസ് ഫോളോ ചെയ്യാറുണ്ട്. പണ്ട് ലോക്കോളയില് സത്യശീലൻ സാറ് പറയുന്നു, ലോ ഈസ് എ ജലസ് മിസ്ട്രസ് എന്ന് പറയും. നമ്മളെ കൂടെ ഇങ്ങനെ കൊണ്ടു നടക്കണം, ഇല്ലെങ്കിൽ സാധനം വിട്ടുപോകും. പിന്നെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ഒരു 5 വർഷം നമ്മൾ ടച്ച് കാലം പലരും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലന്മാരൊക്കെ പുറത്തു പോയിട്ട് പിന്നീട് വരാം എന്ന് പറഞ്ഞാൽ എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലെത്താറുണ്ട്. അത് ഇക്കാരണം കൊണ്ടാണ്. നമുക്ക് ടച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് രാഗി മിനുക്കി വെച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ലീഗൽ ഗ്രൂപ്പുകളിലും ഇതിനകത്തും എല്ലാം ലൈവായിട്ടുണ്ട് പ്രാക്ടീസ്. ഇൻഫാക്റ്റ് നമ്മളെ ചില സുഹൃത്തുക്കളിൽ ലോ പോയിന്റ്സ് ചിലത് ഇപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാത്ത ഒരു ആംഗിളിലൊരു പുതിയ സാധനം എടുക്കുന്നതോ അല്ലെങ്കിൽ ഇന്റർപ്രിട്ടേഷൻ ഇങ്ങനെ കൊടുക്കുന്നതോ. അതൊക്കെ അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. നമുക്ക് ഭയങ്കര ഒരു ഹൈ കിട്ടുന്നതാണ്, ഒരു ത്രില്ല് കിട്ടുന്ന ഒരു. സാർ അതുപോലെ നമ്മളിപ്പോൾ കോഴിക്കോടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോഴിക്കോടിലെ കുറേ സംഗതികൾ നമ്മൾ സാർ ഇപ്പോൾ ഓപ്പറേഷൻ സുലൈമാനി, ത്രിമൂത്രി, അപ്പൊ ഇങ്ങനെയുള്ള കുറെ ഇതിന്റെ ഇപ്പോഴത്തെ പ്രസന്റ് കണ്ടീഷൻ ഇങ്ങനെ ഇതൊക്കെ ആരെങ്കിലും പിന്നീട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ? അതോ അവിടെ വെച്ചിട്ട് സാച്ചുറേറ്റ് ചെയ്ത് നിന്ന് പോയോ? അത് പല പ്രോജക്ട്സും പല തലത്തിൽ പോയും, ചിലത് പേര് മാറി, ചിലത്. ഞാൻ കമ്പാഷനറ്റ് കോഴിക്കോട് ഓടിക്കുമ്പോൾ സവാരിഗിരി അതെ സിനിമയുടെ സാധനങ്ങളാണ് അല്ലേ അതിന്റെയൊക്കെ കാലിക പ്രസക്തി എന്ന് പറഞ്ഞൊരു സംഭവം കൂടെ ഉണ്ട്. ഇപ്പൊ സവാരിഗിരിയിലേക്ക് നമ്മൾ ചെയ്യുമ്പോഴേ ആദ്യം നമ്മൾ പറഞ്ഞു ഇത് നടക്കില്ല എന്ന് വെച്ചിട്ട് തന്നെ അത് ചെയ്തതാണ്. IIM ഒരു പ്രൊഫസറുടെ ഐഡിയ ആയിരുന്നു. അദ്ദേഹം പിന്നെ നമ്മുടെ ഇതിന്റെ VC ഒക്കെ ആയിട്ട് പോയ അപ്പോൾ സജീവ് ഗോപിനാഥ് സാർ, അദ്ദേഹമായിരുന്നു അതിന്റെ കോർ ഐഡിയ പറഞ്ഞു തന്നെ. അപ്പോൾ അത് വർക്കൗട്ട് ആവില്ല എന്ന് നമുക്ക് തുടക്കത്തിൽ മനസ്സിലായി. കാരണം എല്ലാം ക്യാഷായിട്ടാണ്. ഈ ബസ്സിൻ്റെ ഇതൊക്കെ ഇത് മൊത്തം ഡിജിറ്റൈസ് ചെയ്ത് ഉള്ളൊരു പ്രോസസ്സായിരുന്നു ഇത്. അങ്ങനെ ഡിജിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ കണക്കൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ആയി പോയതിൻ്റെ. അത് പലർക്കും വേണ്ട, ഓണേഴ്സ് മാത്രമല്ല, ചില ബസ്സുകൾ ഉടമകളുടെ കയ്യിലുമല്ല. അതും ഭയങ്കര അത്ഭുതമായിരുന്നു. എനിക്കത് പുതിയ അറിവായിരുന്നു. ഇഷ്ടം പോലെ റിട്ടയർഡ് പോട്ടെ, കുറെ ബിനാമി ഉണ്ട്. അത് കൊച്ചിയിലാണ് കുറേ ഉള്ളത്. ഇവിടെ കോഴിക്കോടുള്ളത് വേറൊന്നെന്ന് പറഞ്ഞാൽ അവിടുത്തെ അതിനകത്തുള്ള മറ്റേ വരവേൽപ്പിലുള്ള മാതിരി ആ തൊഴിലാളികൾ കൊണ്ടുപോകുന്നതുണ്ട്, നടത്തുന്നുണ്ട്, അങ്ങനത്തെ ഉണ്ട്.
ഭയങ്കര വിചിത്രമാണ്. പക്ഷെ സക്സസ്ഫുള്ളി മറ്റേ സുലൈമാനി കുറേ കാലം പിന്നെയും ഓടി. ഇടയ്ക്ക് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. സുഹൈലൊക്കെയാണ് അതിൻ്റെ അവിടുത്തെ റഹ്മത്ത് ഹോട്ടലിലെ, അപ്പോൾ മൂപ്പരാണ് അതിൻ്റെ ഒരു പാറ്റേൺ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ള പോലെ അതിൻ്റെയും. ഈ സാറ് ഫേസ്ബുക്ക് പേജ് തുടങ്ങി എന്ന് പറഞ്ഞതിൻ്റെ ശരിക്കുള്ള യൂസേജ് ഏറ്റവും നന്നായിട്ട് ഉപയോഗിച്ചത് എനിക്കൊന്ന് UV ജോസ് സാറാണ്. നമ്മൾ പ്രളയം വന്നപ്പോഴല്ലോ 2018 അവിടെ കട്ടിപ്പാറ ദുരന്തം കഴിഞ്ഞ് അവിടെ അതിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്താണ് ഇവിടെ വെള്ളം പോകുന്നത്. അപ്പോൾ സാറ് ഇങ്ങനെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ നമുക്ക് അവർക്ക് സഹായം എത്തിക്കണം എന്ന് പറഞ്ഞ് സാർ അന്ന് സത്യം പറഞ്ഞാൽ ലിറ്ററലി കണ്ണ് നിറഞ്ഞ് ഒഴുകിയതാണ്. കാരണം ആൾക്കാരങ്ങ് ആ ഒരു പോസ്റ്റ് കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ ക്രൗഡ് സോഴ്സിംഗ് ആണ് അതിന്റെ ഇത്. അവിടെ കോഴിക്കോട് നല്ല ഒന്നാം തരം ഒരു ടീം. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ എനിക്ക് അവിടെ വരുന്നതിന് മുമ്പേ ഉപയോഗിച്ച ശീലമുണ്ട്. ഞാൻ അവിടെ വന്ന് ജോയിൻ ചെയ്ത അന്നേ ദിവസമാണ് കലക്ടറുടെ പേജ് തുടങ്ങാൻ പറയുന്നതും അങ്ങനെ ഒരു സംഭവം. അവിടെയുള്ള ടീമിനെ ഇത് പഠിപ്പിച്ചു കൊണ്ടുവന്നു. അന്ന് ഈ സോഷ്യൽ മീഡിയ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ 15 ആർക്കും ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. ഞാൻ പേഴ്സണലി എൻ്റെ മൊബൈലിലാണ് എല്ലാം. അല്ലാതെ അന്നൊന്നും ഒരു ആളും ഇല്ല, ഇത് പണി അറിയാവുന്നവരില്ല. അപ്പോൾ നമ്മൾ പഠിപ്പിച്ച് കൊണ്ടുവന്ന വോളണ്ടിയേഴ്സിൻ്റെ ഒരു ടീം ഉണ്ടാക്കുന്നു. അവിടെ നാട്ടിലുള്ള കുറച്ച് ആക്റ്റീവായിട്ടുള്ള എന്നിട്ട് പോസ്റ്റേഴ്സ് ഉണ്ടാക്കാനൊരു ടീം, പല വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന ഒരു ഓർഗനൈസർ. ബേസിക്കലി ഇറ്റ്സ് എ മാനേജ്മെന്റ് തിങ്. നമ്മൾ മാനേജ് ചെയ്തിട്ട് എങ്ങനെ ഇതിലൂടെ പഠിപ്പിച്ച് കൊണ്ടുവന്ന കുറേ പേരുണ്ട്. അവരിപ്പോൾ ഇതിൽ വലിയ മഹാന്മാരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. വലിയ എന്താ പറയുക, സോഷ്യൽ മീഡിയ ഹാൻഡ്ലിങ് അത് ഇതെന്നൊക്കെ പറഞ്ഞിപ്പം രക്ഷപ്പെട്ടു പോയവരുണ്ട്. വളരെ സന്തോഷം. അപ്പം അങ്ങനെ ഒരു ടീം സെറ്റ് ചെയ്ത് ഇപ്പം ഇവർ ലീഡ് ചെയ്യാൻ വേണ്ടി ഇപ്പം നമ്മളെ ശരിക്കും മനസ്സിലാക്കി നമ്മളുമായിട്ട് വൈബ് സിങ്കായിട്ട് നിൽക്കുന്ന ആൾക്കാർ തന്നെ വേണം ഇതിനകത്ത്. ഇപ്പോൾ ലക്കിലി എനിക്ക് അവിടെ നിജീഷ് എന്ന് പറഞ്ഞ എൻ്റെ PA ഉണ്ടായിരുന്നു. യു വാസ് വെരി ഗുഡ്. നിജീഷ് ഇപ്പോഴും ഉണ്ട്. ഇൻഫാക്ട് നിജീഷിൻ്റെ ആ ഒരു എഫേർട്ടും ഇതും കാരണം അന്ന് നമ്മൾ തുടങ്ങിയ ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇത് 10ാം വാർഷികവും മറ്റുമാണ് കേട്ടോ, 10th ബാച്ച്. അപ്പോൾ 10 വർഷമായി. അന്ന് നമ്മൾ തുടങ്ങുമ്പോൾ ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലൊരു സാധനമില്ല. ഇപ്പോൾ ഇതൊരു അൺപെയ്ഡ് ഇന്റേൺഷിപ്പാണ്. പക്ഷെ അവിടെ വന്ന് നമ്മൾ കളക്ടറുടെ കൂടെ ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ളൊരു അവസരം, നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിക്കാം. ഭയങ്കര പട്ടിപ്പണിയായിരിക്കും. പക്ഷേ ഒരു അവിടെ നിന്ന് ഇന്റേൺഷിപ്പ് ചെയ്തു പോയവർ ഇന്നിപ്പം ലോകത്തിന്റെ നാനാഭാഗത്തുണ്ട്. അലുമിനി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര രസമുള്ള ഒരു അലുമിനിയാണ്. ഇപ്പോൾ പല ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റീസിലും അവിടെ ഇവിടെ നിന്നൊക്കെ നമുക്ക് മെസ്സേജൊക്കെ വരും, സാർ ഇപ്പോൾ അവിടെ എത്തി മറ്റാണ്. ഈ വോളണ്ടിയറിങ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ, നമുക്കതിൻ്റെ വില അറിയാണ്ട. സായിപ്പിൻ്റെ നാട്ടിൽ പോകുമ്പോൾ അവിടെ അഡ്മിഷന് പോകുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് വോളണ്ടിയറിങ് ആക്ടിവിറ്റിയാണ് ചെയ്തതെന്ന് നോക്കും. അപ്പോൾ ആ പറയുന്ന വോളണ്ടിയറിങ് ആക്ടിവിറ്റിയിൽ സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ, ഇപ്പം ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം DCIP ചെയ്തിട്ട് പോകുന്ന കുട്ടികൾക്ക് പറയാൻ കഥകളേ ഉള്ളൂ. ഭയങ്കര രസമാണ്. അവർ എക്സ്പീരിയൻസ്. നമുക്ക് ഈ ഹങ്കർ റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ട്, അവിടുത്തെ ഓൾഡ് ഏജ് ഹോം റിലേറ്റഡ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ചിൽഡ്രൻസ് ഹോം, ഇവിടെയൊക്കെ ക്വാളിറ്റേറ്റീവ് ഡിഫറൻസ് ഉണ്ടാക്കുന്ന ഇന്റർവെൻഷൻസ് അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അവരുടെ ജീവിതത്തിലും ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് നമുക്കും ഫീൽ ചെയ്യുന്നു. എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇത് എങ്ങനെ അടുത്ത ആൾ തുടരുന്നു എന്നുള്ളടത്താണ് വീണ്ടും ഞാൻ UV ജോസ് സാറിനെ എടുത്തു പറയാൻ കാരണം, ഈ കുട്ടികളെയും സാറ് വെച്ചിരുന്ന ആ കുട്ടികളെയും ഉപയോഗിച്ചത് നിപ്പ സമയത്ത് എക്സലന്റ് ആയിട്ട് ഉപയോഗിച്ചവര്. ഇത് പക്ഷേ ചില സാധനങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെ പിന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നില്ല. ഇപ്പൊ DCIP ഇത്രയും നന്നായി കണ്ടിന്യൂ ചെയ്തതിന്റെ ക്രെഡിറ്റ് ഞാൻ സത്യം പറഞ്ഞാൽ നിജീഷിനാണ് കൊടുക്കുക. സംഭവം കമ്പാഷനേറ്റ് കോഴിക്കോട് എന്ന് പറഞ്ഞ ഒരു അംബ്രലയിലാണ് ഇത് മുഴുവൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കമ്പാഷനേറ്റ് കോഴിക്കോട് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല, നമ്മളത് സൊസൈറ്റി ആക്കിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അന്ന് എല്ലാവരും പറഞ്ഞു, ഞാൻ അതിൻ്റെ ആവശ്യമില്ല. കമ്പാഷനേറ്റ് കോഴിക്കോട് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം ഇങ്ങനെ നിലനിർത്തിയിട്ടൊന്നും കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് തുടരണം എന്ന് ഉറപ്പുണ്ടാവേണ്ടത് കമ്പാഷനാണ്. ആ കമ്പാഷൻ തുടർന്നാൽ മതി, വേറെ എന്ത് പേരിലാണെങ്കിലും ശരി. അപ്പോൾ ഈ പ്രോസസ്സിലൂടെ, കമ്പാഷൻ കോഴിക്കോട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന പ്രോസസ്സിലൂടെ നമുക്ക് കുറേ ഒരു മൊബിലൈസേഷൻ സാധിച്ചു. ഇന്നും അവിടെ നമ്മുടെ കുതിരവട്ടത്ത് ഇന്നും എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ എപ്പോഴും ഉണ്ട്. അവിടെ ചപ്പാത്തി ഉണ്ടാക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അവിടെ കുക്കില്ല, ആകെ 2 കുക്കേ ഉള്ളൂ. അപ്പോൾ ഇവരെ വെച്ചിട്ട് ഇത്രയും പേർക്ക് എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാം? അപ്പോൾ പ്രായോഗികമല്ല. അപ്പോൾ അവിടെ ചപ്പാത്തി പരത്താൻ വേണ്ടി കോളേജസും അല്ലാതെ ഉള്ള എന്താ പറയുക വോളണ്ടറി ആയിട്ടുള്ള ടീംസ് ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പും ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇന്നിപ്പോൾ അതിനകത്തുള്ളതിൽ എനിക്ക് തോന്നുന്നു ആകെ 1-2 പേർക്ക് എന്നെ പേഴ്സണലി അറിയുന്നവരെ എന്നെ കാണത്തുള്ളൂ. കാരണം അതിങ്ങനെ മൂവ് ചെയ്ത് പോവാ. ഗ്രൂപ്പിൽ ഞാനുണ്ട്, പക്ഷെ ഒരു രസമാണ്. അവിടെ വന്നിട്ട് പിള്ളേരൊക്കെ വന്ന് ചപ്പാത്തി ഉണ്ടാക്കുന്നു, കറിക്ക് അരിയുന്നു, ഇതൊക്കെ. അതുകൊണ്ട് എന്താ അവിടെ ഭക്ഷണം വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന്നും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്.
അതാർക്കും അറിയുന്ന പോലും ഇല്ല, അതിനൊരു പേരോ ബ്രാൻഡോ അങ്ങനെ ഒന്നും. നമ്മൾ അവിടെ ഒറ്റ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടി ഇല്ല എന്ന് നമ്മൾ അന്നേ എടുത്ത ഉദ്ഘാടനം ഇല്ല, ഫോട്ടോ ഇല്ല, പൈസ തൊട്ടിട്ടുള്ള പരിപാടി ഇല്ല, ഒന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും പലരും തുടർന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും ആർക്കും അറിയാനോ. പക്ഷേ ദർ ആർ തിങ്സ് ദാറ്റ് കണ്ടിന്യൂ, ദർ ആർ തിങ്സ് ദാറ്റ് ഡോണ്ട് കണ്ടിന്യൂ, ബട്ട് ദാറ്റ്സ് ഓക്കെ. അങ്ങനെയാണല്ലോ. ഞാൻ പറയുമ്പോഴേ ഇത്രയും ഐഡിയ ഒക്കെ ഉള്ള ഒരാളെ ഇങ്ങനെ ഐഡിയലായിട്ട് സുഖിച്ച് ജീവിക്കുന്നത് ഐഡിയ ഉള്ളതുകൊണ്ടാണ് ഐഡിയലായിട്ട് ഇരിക്കുന്നത്. ഐഡിയ കൂടിപ്പോയതിന്റെ കാരണം എന്താ അറിയോ, ഇത് ഒരു IAS ഉണ്ടാക്കാൻ സർക്കാർ കുറച്ച് പണിയെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അയാൾ ഇത്രയും വർഷം എക്സ്പീരിയൻസ്, 2 ദശകത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ വെറുതെ ഇരുത്തുമ്പോൾ ആക്ച്വലി ഇത് നഷ്ടം ജനങ്ങൾക്കും സർക്കാരിനുമാണ്. കാരണം ഇപ്പൊ വന്ന ഒരാളെ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള IAS ഇഷ്ടംപോലെ കിട്ടും, പക്ഷെ ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ആളെ എങ്ങനെ കിട്ടും? അത് അടുത്ത 20 years കഴിയണ്ടേ? എന്തിനാണ് ഇങ്ങനെ വെറുതെ ഒരാളെ ഇരുത്തിയിരിക്കുന്നത്? വെറുതെ ഒന്നും അല്ലെന്നേ, ഞാൻ ഇല്ലാത്തിനകത്ത് നമുക്കൊരു നന്മ കാണാം. ഇതിനകത്ത് ഇപ്പോ അല്ല, ഞാൻ ഗവൺമെന്റിനും സർക്കാർ സൈഡിൽ നിന്നും ചിന്തിക്കാം. ഇപ്പൊ എനിക്ക് ഇതുപോലെ ഒരു നല്ല ബ്രേക്ക് തന്നാൽ ഞാൻ ഫ്രഷ് ആയിട്ടല്ലേ വരിക. അപ്പൊ ഞാൻ ഇനി കയറുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് വർക്ക് ചെയ്യില്ല. ഞാൻ നേരത്തെ ചോദിച്ചത്, ഞാൻ ബ്രേക്ക് തന്ന് തിരിച്ചു വരുമ്പോൾ ഈ സസ്പെൻഷൻ തന്ന ഗവൺമെന്റ് വിചാരിച്ച പോലെ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ മാറി വരുന്നത് പ്രശാന്ത് കളക്ടർ ആയിരിക്കുമോ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ആവണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് തോന്നി ഇതും സാർ ചെയ്തൊരു മോഡലായിരിക്കും, ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു ആക്ടാണ് ചെയ്തത്. എങ്ങനെയാണ് ഇങ്ങനൊരു വിഷയം വരുമ്പോൾ നമ്മൾ എങ്ങനെ അത് പ്രതികരിക്കണം എന്ന് ഇനി അപ്കമിങ് ആയിട്ടുള്ള സിവിൽ സർവീസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസേഴ്സ് വരുമ്പോൾ അവർ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും, ഇനിയിപ്പം സിവിൽ സർവീസ് അല്ല, ഇനിയിപ്പോൾ വേറെയുള്ള ഗവൺമെന്റിന്റെ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ഇങ്ങനെയാണ് നിങ്ങൾ പ്രതികരിക്കേണ്ടത് എന്ന് ഡയറക്റ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് തോന്നുമ്പോൾ നിങ്ങൾ പ്രതികരിക്കേണ്ട വഴി ഇതാണ് എന്ന് ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നതിന്റെ മോഡലാണ് പ്രശാന്ത് എന്ന് പറഞ്ഞ കലക്ടർ എന്നാണ് സാറ് കരുതുന്നതെങ്കിൽ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഇങ്ങനെയായിരിക്കും സ്ഥിതി എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നതാണോ ഗവൺമെന്റ്? കാരണം അപ്പം അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ബാക്കിയുള്ള പുറകിൽ വരുന്ന ഓഫീസേഴ്സിന് അവരൊന്ന് വിജിലൻ്റ് ആയിരിക്കും. എന്ത് പറയണം, അല്ലെങ്കിൽ എങ്ങനെ പറയണം, അല്ലെങ്കിൽ ഇത് പറയാൻ പാടുണ്ടോ, ഇങ്ങനെ പ്രതികരിക്കാവോ എന്നൊക്കെ അവർക്ക് ഇങ്ങനെ തോന്നാം. അപ്പൊ ആ തോന്നല് വരുത്താൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും അല്ലേ, പണി കൊടുത്ത് പോവാന്നുള്ള. അല്ല, ഞാൻ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്നെ കുറിച്ചുള്ള പരാതി സത്യത്തിൽ എന്താണ്? ഞാൻ സംസാരിക്കും, ഞാൻ എഴുതും. അല്ല, മിസ്കണ്ടക്ട് ആണ് പറയുന്നത്. വിദ്യാഭ്യാസമുള്ളവരെ ഈ പാർട്ടിയിൽ ആവശ്യമില്ല. അതിനകത്ത് ഈ ഇല്ലാത്ത മിസ്കണ്ടക്റ്റും ഇല്ലാത്ത അശ്ലീലും ഒക്കെ വായിച്ചെടുക്കാൻ അത് അവരുടെ മനസ്സിന്റെ മിടുക്കാണ്. പക്ഷേ സത്യം എന്ന് പറഞ്ഞാൽ ആത്യന്തികമായിട്ടുള്ള പ്രശ്നം എന്താണ്? ഞാൻ ഞാൻ സംസാരിക്കുന്നതും ആണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം. വിജിലൻസ് കേസുള്ളവരുണ്ട് കേട്ടോ കേരള കാഡറിൽ, ഇഷ്ടംപോലെ ഉണ്ട്. അഴിമതി ആരോപണങ്ങൾ വിജിലൻസിലോട്ട് എത്താതെ ഒതുക്കിയ ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ. സാധാരണക്കാരോട് വളരെ ധാർഷ്ട്യത്തോടെയും വളരെ മോശമായിട്ടും പെരുമാറിയത് ഓൺ റെക്കോർഡുള്ള ആൾക്കാരുണ്ട്. അൺഎത്തിക്കലായിട്ട് ഉള്ള ബിഹേവിയർ, അതായത് വേണ്ട, അത് ഞാൻ പേഴ്സണലായിട്ടുള്ളത് അൺഎത്തിക്കൽ ഞാൻ പറയുന്നില്ല, പോട്ടെ. അതുൾപ്പെടെയുള്ളവർ ഉണ്ട്. പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രശ്നങ്ങളിൽ ആയവരുണ്ട്. സ്വജനപക്ഷപാതം പോട്ടെ, ഈ ബന്ധുക്കൾക്ക് തെറ്റായ മാർഗത്തിൽ ബിസിനസ് ഉണ്ടാക്കി കൊടുത്ത ആൾക്കാരുണ്ട്. ഇതൊക്കെ രേഖാമൂലമായിട്ടുള്ള കേസസ് ഉണ്ട്. ചിലർക്കെതിരെ പ്രിലിമിനറി എൻക്വയറി CBI നടത്തിയിട്ട് കേസ് എടുക്കണം എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ചിലർ വ്യാജമായിട്ട് ഗ്രൂപ്പുകൾ സൃഷ്ടിച്ച് നമ്മൾ ഈ കമ്മ്യൂണൽ സ്ട്രൈഫ് ഉണ്ടാക്കാൻ, പരസ്പരം വിദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച ആൾക്കാരുണ്ട്. രേഖാമൂലം അസത്യം എഴുതി കൊടുത്ത്, ഇത് എന്താ പറയുക, നമുക്ക് ഏത് പൂച്ചക്കുഞ്ഞിനും അറിയാം അസത്യമാണെന്ന്, പക്ഷെ അത് എഴുതി കൊടുത്ത ആൾക്കാർ ബേസിക്കലി നമുക്ക് മോറലി റോങ്, എത്തിക്കലി റോങ്, ട്രൂത്ത്ഫുൾനെസ് അശേഷമില്ലാത്തവർ, അതായത് ചുരുക്കി പറഞ്ഞ അധാർമികത ഇഷ്ടം പോലെ പ്രകടിപ്പിച്ചിട്ടുള്ള ആൾക്കാർ ഉണ്ട്. അപ്പം അവിടെയൊക്കെ ഇല്ലാത്ത ഒരു പ്രത്യേകതരം അസഹിഷ്ണുത വാക്കുകളോട് ഉണ്ടാവുമ്പം സംതിങ് ഇസ് റോങ്. കാരണം ഞാൻ നയാ പൈസയുടെ അഴിമതി കാണിച്ചു എന്ന് ഇന്നേ വരെ ആരും പറഞ്ഞിട്ടില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല, ദൈവം സഹായിച്ചു.
ഒരു തരത്തിലുള്ള ഈ പ്രൊസീജിയർ വയലേറ്റ് ചെയ്തു എന്ന് ഇന്നേ വരെ ആരും പറഞ്ഞിട്ടില്ല. റൂൾസ് വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല. റൂൾസ് ഇന്നും സീനിയർ ഓഫീസേഴ്സ് ഉൾപ്പെടെ ഈ എന്തിന് ഡോക്ടർ ജയതിലക് തന്നെ അദ്ദേഹം തന്നെ ഇപ്പോൾ പ്രശ്നങ്ങൾക്ക് മുമ്പ് വരെ അദ്ദേഹത്തിൻ്റെ പല കോംപ്ലിക്കേറ്റഡ് ഫയൽസും ഒരു ഇതുമില്ലാതെ എൻ്റെ അടുത്ത് തന്നെയാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. കാരണം ഫോർ ഗുഡ് ഓർ ബാഡ് ഈ കാഡറിൽ ഇപ്പോൾ LLB കഴിഞ്ഞ വേറെ ആരും ഇല്ല. അതുകൊണ്ട് മാത്രമല്ല, അതെൻ്റെ മിടുക്കൊണ്ടൊന്നുമല്ല, പുറത്ത് വേറെ അടുത്തും ചോദിക്കാനുള്ള ചമ്മലം ഉണ്ടായിരിക്കാം നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. ഈ പ്രൊസീജിയറിൽ ഇതും ഒന്നും നമ്മളെല്ലാം തികഞ്ഞെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് ഇങ്ങനെയൊന്നും യാതൊരു ആക്ഷേപവും ദൈവം സഹായിച്ച് നമ്മൾ കേൾപ്പിച്ചിട്ടില്ല ഇതുവരെ. പക്ഷെ ഞാൻ സംസാരിക്കും, ഉച്ചത്തിൽ പറഞ്ഞു. അത് മറ്റുള്ളവർ ആരൊക്കെ കേൾക്കാൻ പാടില്ല അവരൊക്കെ കേട്ടു, ജനങ്ങൾ കേൾക്കും. പക്ഷെ ഇതിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ പഠിച്ചത് നിയമമായിപ്പോയി. ഭരണഘടനയിൽ 19(1)A എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുമുണ്ട്. എനിക്കറിയാം, എനിക്ക് സംസാരിക്കാമെന്ന്. അല്ല, നമ്മൾ സൊസൈറ്റിയിൽ ഒരു സിസ്റ്റം അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചതാണ്. നമ്മൾ പറഞ്ഞാൽ കളക്ടർ ഇങ്ങനെ സംസാരിക്കാൻ പാടുള്ളൂ, ഒരു ഡോക്ടർ ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു മജിസ്ട്രേറ്റ് ഇങ്ങനെ ആയിരിക്കണം, ഒരു അഡ്വക്കേറ്റ് ഇങ്ങനെ ആയിരിക്കണം. അപ്പം ഇങ്ങനെയുള്ള നമ്മൾ ഇതുവരെ കണ്ടിരുന്ന ആ ഒരു കാര്യത്തെ ബ്രേക്ക് ചെയ്യാണ്. അത് ജനങ്ങളുടെ ഇടയിൽ തെറ്റായിട്ടുള്ള ഒരു മെസ്സേജ് കൊടുക്കുകയല്ലേ എന്നൊരു ഗുഡ് ഫെയ്ത്തിലുള്ള ഒരു ചിന്തയാവാൻ ചിലപ്പോൾ ഗവൺമെന്റിന്. ആർക്കാണ് ആ ചിന്ത എന്ന് എനിക്കറിയില്ല. പക്ഷെ ആ ചിന്ത ഭരണഘടനയ്ക്ക് അനുസൃതമാണെന്ന് മാത്രമേ എൻ്റെ ചോദ്യമുള്ളൂ. നിങ്ങളുടെ ചിന്തയെ വരെ നിയന്ത്രിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക? അത് ഫാസിസം അല്ലേ? എൻ്റെ വാക്കുകളെ നിയന്ത്രിക്കുക, എൻ്റെ ചിന്തകളെ നിയന്ത്രിക്കുക, ഇത് അങ്ങനൊന്നും അല്ലെന്നേ. ഭരണം അങ്ങനെയൊന്നും അല്ല. ഭരണഘടന അനുസരിച്ചാണ് ഭരിക്കുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആരോ തമാശക്ക് പറയും, ഭരണഘടന കാരണം ഭരിക്കാൻ പറ്റുന്നില്ലെന്ന്. നേരെ ചൊവ്വേ ഭരിക്കാൻ പറ്റുന്നില്ല. സർക്കാർ പോളിസിയെ വരെ സത്യത്തിൽ ക്രിറ്റിസൈസ് ചെയ്യാം, ആക്ച്വലി ചെയ്യാം. കോടതി വിധിയുള്ളതാണ് കേട്ടോ. നമ്മുടെ പോളിസിയിലല്ലേ ഒബ്ജക്ഷൻ എഴുതാം, ഒബ്ജക്ഷൻ നോട്ട് എഴുതുമല്ലോ. നോട്ട് എഴുതാൻ പൂർണ്ണമായിട്ടും അധികാരമുണ്ട്, അതിന്റെ ജോലിയാണത്. അത് എഴുതരുതെന്നാണ് ഇപ്പൊ പറഞ്ഞത്. അത് ഞാൻ സർക്കാർ ഫയലിൽ പോലും അഭിപ്രായം എഴുതരുതെന്ന് പറഞ്ഞാൽ അത് ഏത് ലെവലിലേക്കാണ് പോകുന്നത്? ഞാൻ സ്വതന്ത്രമായിട്ട് സംസാരിക്കുന്നതും പോട്ടെ, ഫയലിൽ പോലും എഴുതാൻ പാടില്ല. ഈ സ്വതന്ത്രമായിട്ട് സംസാരിക്കുന്നതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ പോളിസി നമ്മൾ പൊതുവേ പറയാറുണ്ട്, നമ്മളുമൊക്കെ ഒരു മര്യാദയുടെ പുറത്ത് പോകുന്നത് സർക്കാർ പോളിസിയും സർക്കാർ ഇമ്മീഡിയറ്റ് ആക്ഷനെ നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യാൻ പാടില്ല എന്ന് കോൺട്രാക്ട് റൂളിൽ പറയുന്നുണ്ട്. പക്ഷെ അതുപോലും ശരിക്ക് സുപ്രീം കോടതി വിധിയുണ്ട്, അതുപോലും നിയന്ത്രിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. 66-ലുള്ള വിധികളൊക്കെ ഉള്ള, പക്ഷെ അതിന് ചലഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പം ഈ കോൺട്രാക്ട് റൂള് ഞാൻ കൊണ്ടുപോയി ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോൺട്രാക്ട് റൂൾ സ്ട്രൈക്ക് ഡൗൺ ചെയ്യും. പക്ഷെ അതിനൊന്നും നമ്മൾ പോകുന്നില്ല എന്നുള്ളേ ഉള്ളൂ. ഇനി അതും പോട്ടെ, സർക്കാരും സർക്കാർ നയവും എവിടെയാണ് വന്നിരിക്കുന്നത്? ഇവിടെ ഡോക്ടർ ജയതിലക് സർക്കാർ അല്ലല്ലോ, ഗോപാലകൃഷ്ണൻ സർക്കാരാണോ? അങ്ങനെയാണെങ്കിൽ, ആ ലോജിക്കാണെങ്കിൽ ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ഞാൻ ഇപ്പോൾ റോട്ടിൽ കൂടെ പോകാമെന്ന് വിചാരിച്ചു. ഞാൻ റോട്ടിൽ കൂടെ പോകുമ്പം ഒരു ട്രാഫിക് പോലീസ് കയറിയിട്ട് ചുമ്മാ ബഹളം ഉണ്ടാക്കി നിങ്ങളെ കയ്യിൽ നിന്ന് കൈക്കൂലി മേടിക്കാൻ നോക്കിയെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പറയും, ഓ മൈ ഗോഡ്, ഇത് സർക്കാരാണ്, ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥനാണ്, അപ്പോൾ കൈക്കൂലി വേഗം കൊടുത്തിട്ട് പോവാം. അങ്ങനെയാണോ? സർക്കാർ എന്ന് പറഞ്ഞാൽ വ്യക്തിയല്ല. ഇപ്പം ഈ ട്രാഫിക് കോൺസ്റ്റബിൾ ആയാലും ശരി, ചീഫ് സെക്രട്ടറി ആയാലും ശരി, അവരുടെ തനി സ്വഭാവം കാണിക്കുന്ന സമയത്ത് നമുക്ക് തിരിച്ചു പറയാൻ അവകാശമുണ്ട്. അത് കോമൺ സെൻസാണ്. അല്ലാതെ അന്നേരം പെട്ടെന്ന് അങ്ങ് സർക്കാർ തോന്നുമ്പോൾ സർക്കാരായി മാറും. അപ്പോൾ ചീഫ് സെക്രട്ടറിക്ക് എന്ത് പ്രത്യേക ഇതാണുള്ളത് ഒരു സാധാരണ ട്രാഫിക് പോലീസ് ഓഫീസർക്ക് ഇല്ലാത്ത എന്താണുള്ളത്? സാർ, ഏറ്റവും കൂടുതൽ ആളുകളുടെ പ്രവൃത്തി വെച്ചാണ് ആളുകളെ വിലയിരുത്തുന്നതും വില കൽപ്പിക്കുന്നതും. തീർച്ചയായിട്ടും. അപ്പോൾ നേരത്തെ പൊളിറ്റീഷ്യൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴും കുറെ പേരുകൾ എടുത്തു പറഞ്ഞു. എല്ലാവരും ഇതേപോലെ കാണുന്ന ആൾക്കാർ തന്നെയാണ്. ഈ ന്യൂജൻ പൊളിറ്റീഷ്യന്മാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിവാദങ്ങൾ വരുന്നു, പല കേസുകൾ വരുന്നു, ആരോപണങ്ങൾ വരുന്നു. മലയാളികളെന്നല്ല, സത്യത്തിൽ ലോകത്തെമ്പാടുമുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ കുറ്റം കണ്ടുപിടിക്കാനും പുൾ ഡൗൺ ചെയ്യാനും ഒക്കെ ആഗ്രഹിക്കുകയും ചെയ്യും. പക്ഷെ അവനവൻ്റെ കയ്യിലിരിപ്പിനെ പറ്റി വലിയ അവനവന് തന്നെ മതിപ്പൊന്നും ഉണ്ടാവില്ല. ഞാൻ പറയുന്നത് ഈ നമ്മുടെ ഗിൽട്ടും ഷെയിമും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായാലേ നമുക്ക് ഈ ബിഹേവിയർ റെഗുലേഷൻ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ ഗിൽട്ട് തോന്നുന്നത് വരെ നമ്മൾ എല്ലാവരെയും ഇങ്ങനെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് നിന്നിട്ടൊന്നും കാര്യമില്ല. അങ്ങനെയൊന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ഷെയിം ആസ്പെക്റ്റ് വരണം. അപ്പം ഇത് നമ്മളിപ്പോൾ വ്യക്തികളുടെ സ്വകാര്യ ജീവിതം നന്നാക്കുന്നതിനെ കുറിച്ച് നമ്മൾ ഈ കാണിക്കുന്ന ഈ ഉത്കണ്ഠയുണ്ടല്ലോ, ഇതിനെക്കാട്ടിലും ഒരു തരിമ്പെങ്കിലും ഉത്കണ്ഠ ഈ സർക്കാർ സംവിധാനം നന്നാവുന്നതിനെ പറ്റി ഉണ്ടെങ്കിൽ സുതാര്യത അവിടെ കൊണ്ടുവന്നതിന്. ഈ കൃഷി വകുപ്പിൽ ഇരുന്നപ്പോൾ നമ്മളവിടെ ഒരു പ്രസാദ് മിനിസ്റ്റർ ഞാൻ നേരത്തെ പറയാൻ വിട്ടു. ആക്ച്വലി വി ഹാഡ് എ ഗ്രേറ്റ് ടൈം. നമ്മൾ വെളിച്ചം എന്ന് പറഞ്ഞൊരു
സ്കീം, ഒരു പ്രോജക്റ്റ് ആക്കിയിട്ട് ജിയോ ഒക്കെ ഇറക്കി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ആക്ച്വലി 2-3 മീറ്റിങ്ങുകൾ സ്ട്രീം ചെയ്യുകയും ചെയ്തു. ഇപ്പം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ വി ഡിഡ് ഇറ്റ് ആക്ച്വലി. അതിൻ്റെ ഉത്തരവിറക്കാൻ നേരം പലരും പല അഭിപ്രായം പറഞ്ഞെങ്കിലും പ്രസാദ് സാറ് നമ്മളൊപ്പം നിന്നു. സാറ് പറഞ്ഞാൽ അത് ചെയ്യേണ്ടതാണ്, എന്തിനാണ് നമുക്കെന്താ ഭയക്കാനുള്ളത്, നമുക്ക് ഇവിടെ ഒരു രഹസ്യമില്ല, എല്ലാവരും അറിയണം എന്ന സ്റ്റാൻഡാണ് അദ്ദേഹം എടുത്തത്. അപ്പം ഇപ്പം ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ നല്ലൊരു ഒബീഡിയന്റ് ആയിട്ടുള്ള ഒരു സിവിൽ സർവീസ് ഓഫീസറായിട്ട് നിന്നുകൊണ്ട് ഒരു അവാർഡൊക്കെ വാങ്ങുന്നതിന് പകരം ഇങ്ങനെ ഒരു സസ്പെൻഷനൊക്കെ, അപ്പൊ അങ്ങനെ നല്ല രീതിയിൽ ഒരു ഒബീഡിയന്റ് ആയിട്ടുള്ള ഒരു ഓഫീസറായിട്ട് നിൽക്കണം അല്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടോ? ഒബീഡിയന്റ് ചോദിച്ചത് അവരുടെ ഭാഗത്ത് നിന്ന് ആരാണോ സസ്പെൻഡ് ചെയ്ത് അവരുടെ ഭാഗത്ത് അവർ കാണുന്ന ഒരു ഒബീഡിയന്റ് ആയിട്ടുള്ള ഒരു ഓഫീസർ ഇങ്ങനെ ആയിരിക്കണം. അല്ല, ഒന്നാമത്തെ കാര്യം അവാർഡും പരിപാടിയൊക്കെ ഉണ്ടല്ലോ. ഈ അവാർഡ് പരിപാടിയിലൊന്നും എനിക്ക് യാതൊരു വിശ്വാസവും ഇല്ലാത്തൊരു മനുഷ്യനാണ്. ഈ കമ്പാഷനേറ്റ് കോഴിക്കോട് ഓടിച്ച സമയത്ത് അന്ന് എത്രയോ പേര് പറഞ്ഞു ഇത് മറ്റേ അവാർഡ്, ഈ അവാർഡ്, PM എക്സലൻസ് അവാർഡ്, ഇതിനൊക്കെ അയക്കണം, ഇത് പുതിയ ആനയാണ് ചേനയാണ്. അപ്പം അന്ന് നമ്മളെടുത്ത സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ആ പ്രോജക്റ്റിന്റെ എസെൻസ് തന്നെ എന്താണ്, നമ്മൾ ഫോട്ടോ എടുക്കില്ല, പബ്ലിസിറ്റി ആക്കില്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് നമ്മൾ തന്നെ ആ പ്രോജക്റ്റ് തന്നെ എടുത്തിട്ട് അവാർഡിന് അയച്ചു കൊടുത്താൽ അതിനകത്തൊരു ഡ്യൂപ്ലിസിറ്റി ഇല്ലേ. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ എനിക്ക് തോന്നുന്നു വ്യക്തിപരമായിട്ടും അതിനകത്ത് ഒരു വൃത്തികേട് ഉണ്ടല്ലോ. നമ്മൾ പോയി പണ്ട് ഇന്നസെന്റ് പറഞ്ഞ അവരായിട്ട് വന്ന് വീഴുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ പോലെ, അല്ലാതെ നമുക്ക് പോയിട്ട് ഈ അപ്രീസിയേഷൻ, എന്നെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യടേ എന്ന് പറയുന്നതിനകത്തുള്ള വൃത്തികേടുണ്ട്. സോ ആ വഴിക്ക് നമ്മൾ എന്തായാലും ഇല്ല. അഹങ്കാരം ഒന്ന് കൂട്ടിക്കോ, എങ്ങനെ തെറ്റിദ്ധരിച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഈ ഒബീഡിയൻസ് മറ്റേ ഇറവറവറ എന്ന് പറഞ്ഞ മാതിരി അത് മനഃപൂർവ്വം അല്ല. ഇത് ഇപ്പം നമ്മളെ ഞാൻ ആരെയും ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കാറില്ല. ഐ ട്രൈ മൈ ബെസ്റ്റ്. ആരെയും ഹേർട്ട് ചെയ്യാതെ സംസാരിക്കാനാണ് ട്രൈ ചെയ്യാറ്. ശബ്ദം ഉയർത്തി സംസാരിക്കാൻ പരമാവധി ഐ ട്രൈ നോട്ട് ടു ഡു ദാറ്റ്. നല്ല വാക്കുകൾ മാത്രം ഉപയോഗിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഐ ട്രൈ ഓൾ ദാറ്റ്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞാലും തൊട്ടാവാടികൾക്ക് ചിലപ്പോൾ വിഷമം തോന്നും. പീപ്പിൾ ആർ ഡിഫറെൻ്റ് അല്ലേ. അപ്പോൾ ചിലർക്ക് ഹേർട്ടാവാനും അവരുടെ ഈഗോ ഹേർട്ടാവാനൊക്കെ ഇതൊന്നും വേണ്ട, ഒന്നും പറയുന്നേ വേണ്ട. ഡോക്ടർ ജയതിലകനെ എന്താണ് മാടമ്പള്ളിയിലെ മനോരോഗി എന്ന് വിളിച്ചു എന്നാണ് ആർക്ക് തോന്നി അന്നത്തെ. ഇല്ല, അദ്ദേഹം എവിടെയും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരു പരാതി പോലും എഴുതി കൊടുത്തിട്ടില്ല. അപ്പൊ ആർക്കാ തോന്നിയത്? ആർക്കാ തോന്നിയത്? മീഡിയക്കാണോ തോന്നിയത്? ആർക്കാ തോന്നിയത്? അതാണ് എന്റെയും ചോദ്യം. അപ്പൊ എന്റെ സിമ്പിൾ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു സാധാരണ ഒരു കണക്ക് മാഷും ഒരു PT മാഷും കൂടെ സ്കൂളിൽ നിന്ന് മടങ്ങി വരികയാണ്. വരുന്നതിന് വഴിക്ക് അവർ തർക്കം എന്തോയി. തർക്കമായിട്ട് ഒരാൾ മറ്റേ ആളുടെ അടുത്ത് എന്തോ പറയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പൊതുവഴിയിൽ വേറെ എവിടെയോ വെച്ച് നടക്കുകയാണ്. ഉടനെ സീനിയർ ആയിട്ടുള്ള മാഷാരാണെന്ന് നോക്കിയിട്ട് അതിൽ ജൂനിയറായ മാഷിനെ സസ്പെൻഡ് ചെയ്യുമോ? മാഷന്മാർക്ക് തമ്മിൽ അഭിപ്രായ വ്യത്യാസം പാടില്ല, IASകാർക്ക് തമ്മിൽ അഭിപ്രായ വ്യത്യാസം പാടില്ല. ഇതൊക്കെ ഇനി അഭിപ്രായ വ്യത്യാസവും പോട്ടെ, ഒരാൾ വേറൊരാളെ എന്തെങ്കിലും പറഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ, അയാൾക്ക് വിഷമം തോന്നിയാൽ മൂന്നാമതൊരാളാണോ വിഷമിക്കുക? അയാൾ അതും കൊണ്ട് ഇറങ്ങുമോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഇതൊന്നും നമ്മൾ പൊതുവെ പറയാം രാജാവിനൊക്കെ. ഇത് ആർക്കാണ് ഇത് വിഷമം എന്നുള്ളത് ഫയലെടുത്ത് പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. പക്ഷെ ഇതിനകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമം ഇതൊന്നും അല്ലല്ലോ. ഡെഫമേഷൻ നമ്മൾ പഠിച്ചിട്ടില്ല. ഡെഫമേഷൻ ആണെങ്കിൽ അത് ഡെഫമേഷൻ ആണെന്ന് ബോധ്യമുണ്ടെങ്കിൽ ആ വ്യക്തി വേണം കേസ് കൊടുക്കാൻ. ആ വ്യക്തി കേസാണ് കൊടുക്കുക, അല്ലാതെ ആ വ്യക്തിക്ക് വേണ്ടി സർക്കാരിന് ഇങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യാൻ വകുപ്പില്ല. അങ്ങനെയാണ് ചെയ്യുക. അങ്ങനെ ഉണ്ടായോ? ഒരാൾക്ക് വിഷമം ഉണ്ടായെങ്കിൽ ഇഫ് ഹി ഫീൽസ് ദാറ്റ് ഹി ഹാസ് ബീൻ ഡിഫേംഡ്, അയാൾ കേസ് കൊടുക്കണം. കേസ് കൊടുക്കാൻ ധൈര്യം കാണിക്കണം. അങ്ങനെയാണെങ്കിൽ ബാക്കി കോടതിയിൽ ഞാൻ പറഞ്ഞോളാം. പക്ഷെ അത് കൊടുക്കാൻ ധൈര്യമില്ലാത്ത ഒരാൾ വളഞ്ഞ വഴിയിലൂടെ സ്വന്തം കേസ് നടത്താൻ വേണ്ടി സർക്കാർ ഫണ്ടും സർക്കാർ സൗകര്യവും ഉപയോഗിച്ച് ചെയ്തു കഴിഞ്ഞാൽ അത് ഇവിടെ ബിഗർ ക്രൈം. അപ്പൊ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പല രീതിയിലും നിശബ്ദനാക്കാനോ ഒക്കെ പലതുമൊക്കെ നടക്കും. പക്ഷെ 19 കൊല്ലമായില്ലേ, ഇതുവരെ അങ്ങനെ നമ്മൾ മാറിയിട്ടില്ലല്ലോ. ഇനിയും ഒരു 10-20 വർഷം ഇനിയും കിടക്കല്ലേ.
എന്നെ നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, നന്നാവില്ലടാ. അല്ല, ഞാൻ എന്തിനു മാറണം എന്ന്, ഞാൻ നിയമപ്രകാരം കറക്റ്റ് ആണെന്ന് വിശ്വസിക്കുന്നൊക്കെ. ഞാൻ മാത്രമല്ല, ഞാൻ പറഞ്ഞ നിങ്ങളും നിങ്ങളുടെ ക്യാരക്ടറുണ്ട്, നിങ്ങളുടെ പേഴ്സണാലിറ്റി ഉണ്ട്. ഓരോരുത്തർക്കും ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. അൺലെസ് ആ പേഴ്സണാലിറ്റിയിൽ ഭയങ്കരമായ നേരത്തെ പറഞ്ഞ ഉദാഹരണമൊക്കെ ഉണ്ടല്ലോ, എന്താ പറയാ, പെർവേർഷൻ ലെവലിലുള്ള സ്വഭാവ സവിശേഷതകളൊക്കെ കാണിക്കുന്നത്, അതൊക്കെ മനസ്സിലാക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മനോരോഗമോ ചില അങ്ങനെയുണ്ട്, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ചികിത്സിക്കാൻ വേണ്ടിയുള്ള എഫേർട്ട് എടുക്കണം, സ്വഭാവം നന്നാക്കാനുള്ള ഇതെടുക്കണം. നമുക്ക് പക്ഷെ ബോധ്യം വരണം. ഞാൻ ഫീഡ്ബാക്കിന് വളരെ ഓപ്പണാണ്. എനിക്ക് ഫീഡ്ബാക്ക് കേൾക്കണം എന്നൊക്കെ വളരെ താല്പര്യമൊക്കെയാണ്. ആണ് ഞാൻ, എനിക്ക് കേൾക്കണം എന്നുണ്ട്. പക്ഷെ കേട്ട് കഴിഞ്ഞിട്ട് എനിക്ക് എന്നെ കൺവിൻസ് ചെയ്യണം. വിൽ ഡിസ്കസ് ആൻഡ് കൺവിൻസ്, ഗെറ്റ് മീ കൺവിൻസ്ഡ്. അല്ലാതെ നിങ്ങൾ പറയുമ്പോഴേക്ക് കടക്കൂ, നിങ്ങൾ എന്നിട്ട് പറയണ്ട ഞാൻ എനിക്ക് കേൾക്കാനേ ഇൻട്രസ്റ്റ് ഇല്ല, അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഗിവ് മീ എ പ്രോപ്പർ ഫീഡ്ബാക്ക് ആൻഡ് കൺവിൻസ് മീ, ഐ ചേഞ്ച് മൈ വ്യൂ, ഐ ചേഞ്ച് മൈ ആറ്റിറ്റ്യൂഡ്, വാട്ട് എവർ. സോഫാർ എന്നെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ എന്നെ എന്തായാലും കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ വിരട്ടിയിട്ടുള്ള കൺവിൻസിങ് ഒന്നും നടക്കില്ല. എൻ്റെ അടുത്ത് സംസാരിച്ചാൽ ചിലപ്പോൾ കൺവിൻസ്ഡ് ആക്കാൻ പറ്റിയാൽ ആയിരിക്കും. Chapter 4. A chapter with endless stories.